ഇപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ തിച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് നമ്മുടെ ആറങ്ങോട്ടുകര, കറുവത്തൂർ, ഇട്ടോണം അത് കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗമാണ് തിച്ചൂർ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അത് ഗൾഫിൽ നിന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തതാണ്. നമ്മളിവിടെ ചെയ്യണത് ഇൻഷൂർ ബോർഡ് സീലിംഗ് ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ റൂഫ് കംപ്ലീറ്റ് ഓടാം. നല്ല ഹൈറ്റായിട്ട് ഇവിടുത്തെ റൂഫ് വരുന്നത്. അതായത് ഒരു 28 അടി 25-26 അടിയോളം ഹൈറ്റ് ഉണ്ടാവും ഈ ഫ്ലോറിൽ നിന്ന്. സെൻറ്റർ കൂരയ്ക്ക് പോകുമ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 അടിയോളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 3 സെറ്റ് സ്കഫോൾഡർ ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ഇന്നലെ തുടങ്ങണ്ടായിരുന്നു വർക്ക്. അപ്പോൾ ഇന്നലെ നമുക്ക് സ്കഫോൾഡിങ്ങിൻ്റെ ഷോർട്ടേജ് വന്ന കാരണം നമുക്ക് ഇന്നലെ തുടങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊരു സ്കഫോൾട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ സെറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പുതിയൊരു സ്കഫോൾട്ട് കൂടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുതലാളിയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇന്നലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഉയരത്തിൻ്റെ ഒരു പ്രശ്നം കാരണം നമ്മൾ ഇന്നലെ തുടങ്ങാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ മുതലാളി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മൾ ലീവാക്കണമല്ല. നമ്മൾ ഓരോ സൈറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ മെറ്റീരിയലിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ മെഷീനറി കംപ്ലയിൻറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറഞ്ഞ സമയത്ത് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ അത് നമ്മൾ സത്യാവസ്ഥ പറഞ്ഞാണ് സംഭവം, ഈ സ്കഫോൾഡിൻ്റെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നലെ മൂപ്പര് വിളിച്ച സമയത്ത് നമ്മൾ ഇത് വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൽ ടൈപ്പിലാണ് നമ്മൾ ഇത് വരുന്നത്. ഒരു 10-30 അടി നീളം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ടും ഉണ്ടാവും ഒരു 10-16 അടി. ഇവിടെ നിന്നൊരു 30 അടി വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു 16 അടിയോളം ഉണ്ടാവും. അങ്ങനെ 500 സംതിങ് സ്ക്വയർ ഫീറ്റ് ഇവിടെ സീലിംഗ് വരുന്നുണ്ട്. മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഒരു 3 മീറ്ററൊക്കെയാണ് നമ്മൾ സാധാരണ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 10 അടിയോളം 12 അടിയോളം നമുക്ക് ഈ ഹാങ്ങിങ് ഒക്കെ മുകളിൽ നിന്ന് വരുമ്പോൾ മെറ്റീരിയൽ ഭയങ്കരമായിട്ട് വരും. ഇവിടെ സാധാരണ ഇത്ര കൂര ഉണ്ടാവാറില്ല. നല്ല ഹൈറ്റിലാണ് ഇവിടെ സംഭവം വരുന്നത്. പിന്നെ ഇവിടെ എവിടേക്ക് ഫാൻ ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫാനിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വെൽഡിങ്ങുകാരെ കൊടുത്തിട്ട് ഇവിടെ ചുമര് ചിലപ്പോൾ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. ഒരു 4x2 അല്ലെങ്കിൽ 3:1 ഒക്കെ പീസ് കൊടുക്കേണ്ടി വരും. അതേപോലെ ഇവിടെ വരുന്നത് ഇവർ പറയണത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണല്ലോ സംഭവം ആട്ടുകട്ടിൽ. അപ്പോൾ ഇവിടെ ആട്ടുകട്ടിലിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫേസ് ഇങ്ങോട്ടാവും വരുന്നുണ്ടാവും. അപ്പോൾ ഫേസ് ഇങ്ങനെ വരുമ്പോൾ ചുമര് നമുക്ക് ഇവിടെ ഇത് കൊടുക്കാൻ പറ്റും. ഒരു 4x2 ഒരു പീസ് കൊടുത്തിട്ടേ ഒരു പ്ലേറ്റ് അടിച്ചിട്ട് 4 ബോൾട്ട് അടിച്ചിട്ട് പിന്നെ അതിൻ്റെ ഹുക്ക് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ ചാനൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ജിപ്സത്തിൻ്റെ ചാനലാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇൻഷൂർ ബോർഡ് അവിടെ താഴത്തുണ്ട്. അപ്പോൾ ഇത് ഇറക്കണ വീഡിയോസൊക്കെ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ വയ്ക്കാം. പിന്നെ പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഇൻഷൂർ ബോർഡ് ചെയ്യണത്. പിന്നെ വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇത് ഓടല്ലേ, ഇതിപ്പോൾ നമ്മളെ ഒരു സെറാമിക് ഓടാണ്, ഒരു പുതിയ മോഡൽ വരുന്നത്. അതാണ് കംപ്ലീറ്റ് വിരിച്ചിരുന്നത്. ഇപ്പോൾ ലീക്കും കാര്യങ്ങളൊന്നും കാണാനില്ല. പിന്നീട് എന്താ സംഭവിക്കുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ലീക്ക് വന്നാലും ബോർഡിന് കംപ്ലയിൻറ്റും വരില്ല, അത് ഗ്യാരണ്ടി. വാട്ടർ പ്രൂഫ് ബോർഡാണ്. പിന്നെ ചൂട് കുറയ്ക്കണ ബോർഡാണ് ഇൻഷൂർ ബോർഡ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ വീഡിയോസ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നല്ലൊരു സ്ഥലമുണ്ട്, അത് നമ്മൾ ഇതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട്. ഹലോ, ഇന്ന് അങ്ങോട്ട് പോയിട്ടില്ല. ഞാനേ മറ്റേ ഉയരം 2 സൈറ്റിൽ നിന്ന് ഇന്നലെ രാത്രി കഴിയുന്ന വിചാരിച്ചു, അവിടെ കഴിഞ്ഞിട്ടുണ്ടാകുന്നില്ല ഉയരത്തിൻ്റെ. അപ്പോൾ ഞാൻ ഉയരം അടിച്ചുകൊണ്ടിരിക്കുക, ഉയരം ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലേക്കാണ് ഞാൻ എത്തുള്ളൂ. ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടേ കേട്ടോ. ആയിക്കോട്ടെ, ഞാനിത് ഇത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ട് സെറ്റ് ഇട്ടാലും കയറില്ലേ, എത്തില്ലേ. അവിടെ 3 സെറ്റ് ഇടേണ്ടി വരും. അപ്പോൾ 2 സെറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ്ട് പോകാൻ വെച്ചിട്ടാ.
മറ്റേ സൈറ്റിൽ നിന്നാണ് ഒഴിവായിട്ടില്ല. ഇന്നലെ രാത്രി ഒഴിവാകും വിചാരിച്ചായിരുന്നു. അപ്പോൾ അതുണ്ടായിക്കൊണ്ടിരിക്കുക. ഞാനേ ഞങ്ങളൊരു 4 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം. പക്ഷേ അത് കുറച്ച് റിസ്ക്കാണ്. മറ്റേ മോളിൽ നിന്ന് കൊണ്ടുവരല്ലേ. അങ്ങനല്ലേ? അതെ, പക്ഷേ അത് ഒരു 3-4 ദിവസം പിടിക്കുന്നുണ്ടാവും മാക്സിമം. കാരണം വെച്ചാൽ മുകളിൽ നിന്ന് 28 അടി ഹൈറ്റാണ് അത് മൊത്തം റൂഫിൻ്റെ മുകളിലേക്ക് വരുന്നത്, ഫ്ലോറിൽ നിന്ന്. അപ്പോൾ 2 സെറ്റ് ഇട്ടാലും കിട്ടില്ല. മുകളിൽ നിന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് ഞങ്ങൾക്ക് റിസ്ക്. സാധാരണയൊക്കെ ഒരു 3 അടിയൊക്കെ ഉണ്ടാവുള്ളൂ. 3-4 അടി മാക്സിമം 5 അടിയൊക്കെ ആയിട്ട് കൂര വരുള്ളൂ. ഏത് 10 അടി കഴിഞ്ഞിട്ടൊരു 15 അടി 18 അടിയോളം കൂര മാത്രം വരുള്ളൂ. ഫ്രീ സ്പേസ് മുകളിലേക്ക്, ഏറ്റവും മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആ മുകളിൽ നിന്ന് കഴക്കോലിൻ്റെ മുകളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ സാധനം എടുത്ത് വരണമെന്ന്, താഴത്തേക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ സപ്പോർട്ട്. അപ്പോൾ അത് 2 സെറ്റ് ഒരു ലാഡർ ഉണ്ടായിരുന്നു ചിലപ്പോൾ മുകളിൽ. അപ്പോൾ ഞങ്ങളൊരു 2 സൈഡിൽ വർക്ക് എടുക്കണ്ട. അപ്പോൾ അവിടെ നിന്ന് വൈകിട്ട് എടുക്കാൻ വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കറണ്ട് ഇല്ലാത്ത കാരണം ഡിലേ ആയി. അപ്പോൾ ഞാൻ രാവിലെ സാധനമൊക്കെ മേടിച്ചു വന്നിട്ടേ ഇത് അടിച്ചുകൊണ്ടിരിക്കുക, വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. നാളെ രാവിലെ വരും. അതാണ് അവിടേക്കുള്ള ഉയരാണ് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നാളെ രാവിലെ എത്തും കേട്ടോ. ഇല്ലില്ല, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ സീലിങ്ങിലല്ലേ പണി. വാളിൻ്റെ പാർട്ടീഷൻ്റെ അവിടെ വിടുന്നുണ്ടോ? പാർട്ടീഷൻ്റെ ഭാഗത്ത് ഇടുന്നുണ്ടോ ആ ചുമര്? എന്നാൽ മൊത്തം ഇട്ടോളേ, അത് കുഴപ്പമില്ല. ഇല്ല. ഞങ്ങൾക്കൊരു 3-4 മാക്സിമം വേണ്ടി വരും. അത് മുകളിൽ മാത്രം. താഴത്ത് പിന്നെ ഒരു 1.5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം വരുള്ളൂ. 2 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാം. ഒരു ലെയർ ഇട്ടാൽ മതിയല്ലോ. മുകളിൽ നിന്ന് നമുക്ക് അടിച്ചിറങ്ങി ലെവൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. മുകളിലത്തെ ഇത് മാത്രം. എന്തായാലും ഒരു 6 ദിവസത്തെ പണി മൊത്തത്തിൽ വരുന്നുണ്ടാവും സീലിങ്ങിൻ്റെ. അത് 500 ചില്ലറ വരുന്നുണ്ട്. 515 അങ്ങനെ എന്താണ് വരുന്നത്. പിന്നെ താഴത്തും അതേപോലെ 400 അങ്ങനെ എന്താണ് ഞാൻ എഴുതിച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് കണക്ക് വിളിച്ച് പറഞ്ഞുതരാം. ഡയറിയില്ല. ആയിക്കോട്ടെ. ഇനി ഇത് തരില്ല, ഞാനത് അടിച്ചുകൊണ്ടിരിക്കുക. അല്ല, അത് കുഴപ്പമില്ല. ഞങ്ങൾക്കൊരു 6 ദിവസമേ വരുള്ളൂ. ബാക്കിയുള്ള പണികളൊക്കെ നടന്നോട്ടെ. ആയിക്കോട്ടെ. ഞങ്ങൾ മാക്സിമം നമ്മൾ തീർത്തരാം. ഞങ്ങൾ ആളെ കൂട്ടിയിട്ടേ, അധികം കൂട്ടിയിട്ടേ. ആയിക്കോട്ടെ. അത് ഇതാണ്ട് ഫിനിഷിങ് ആക്കിയിട്ട് എങ്ങനെ വെച്ചിങ്ങനെ ചെയ്യാം നമുക്ക് കേട്ടോ. പ്രൊഫൈൽ ലൈറ്റ് എങ്ങനെ ചെയ്യാം, അത് ഇലക്ട്രിക്കിൻ്റെ സമയത്ത് എങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്താൽ. എന്നായിക്കോട്ടെ. ഞാനേ ഒറ്റയ്ക്കുള്ളത്, ഞാനിത് അടിച്ചുകൊണ്ടിരിക്കാം.